അട്ടപ്പാടിയിൽ LDFന് തിരിച്ചടി. അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മഞ്ജു രാജിവെച്ചു. അഗളി പഞ്ചായത്തിൽ UDF അംഗമായി വിജയിച്ച മഞ്ജു LDF പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുകയായിരുന്നു. മഞ്ജുവിനെതിരെ ശക്തമായ നടപടിയിലേക്ക് കോൺഗ്രസ് കടക്കാനിരിക്കെയാണ് നീക്കം. പ്രതികരണം ഒന്ന് കാണാം. ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. അന്നും ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ LDF മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത്. ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, LDFന് തിരിച്ചടിയാണ്. അതിനൊപ്പം ഈ മഞ്ജുവിന്റെ രാജി, പ്രസിഡന്റ് സ്ഥാനം മഞ്ജു രാജിവെക്കുകയാണ്. മതിയായോ മഞ്ജുവിന്? രോഷിനി, അതായത് കഴിഞ്ഞ ദിവസമാണ് അഗളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയി മഞ്ജു സ്ഥാനം ഏൽക്കുന്നത്. UDFന്റെ പഞ്ചായത്ത് അംഗമായി അഗളി പഞ്ചായത്തിലെ 20-ാം വാർഡിൽ നിന്ന് മഞ്ജു വിജയിച്ചു വരികയായിരുന്നു. പക്ഷേ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDFന് അംഗമായ മഞ്ജു പെട്ടെന്ന് LDFന്റെ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. ഇതോടുകൂടി പിന്നീട് അഗളിയിലെ ഭരണം LDFന് ലഭിക്കുകയായിരുന്നു. കോൺഗ്രസ് വലിയ രീതിയിൽ തിരിച്ചടിയും വലിയ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടാവുന്ന സ്ഥിതികൾ വരെ അഗളിയിൽ ഉണ്ടായി. ഇത്തരത്തിലൊരു പ്രതീക്ഷിക്കാത്ത തിരിച്ചടി, അതിന് ഈ മഞ്ജുവിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതിനോടൊപ്പം തന്നെ മഞ്ജുവിനെതിരെ ഹൈക്കോടതിയെ ഇന്ന് സമീപിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയിരുന്നത്. DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്ന് വൈകുന്നേരം വരെ തെറ്റുതിരുത്താനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം മഞ്ജുവിന് നൽകുമെന്ന് ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ടർ ടിവിയിലൂടെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് 10 മണിയോടുകൂടി മഞ്ജു കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഈ അഗളി പഞ്ചായത്തിലേക്ക് എത്തി അവരുടെ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നത്. തന്റെ പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ LDF അംഗങ്ങൾ തന്നെ പിന്തുണച്ചു. പക്ഷേ ആ പിന്തുണ കൊണ്ട് തനിക്ക് ഒരു പ്രസിഡന്റായി തുടരാൻ കഴിയില്ല. കാരണം താനൊരു അന്നും ഇന്നും എന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെ LDFന് പിന്തുണയോടുകൂടി അത്തരത്തിലൊരു പ്രസിഡന്റ് സ്ഥാനം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു ഇപ്പോൾ ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുള്ളത്. ഏതായാലും CPM-നെതിരെ വലിയ രീതിയിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളെല്ലാം ഉയർത്തി മഞ്ജുവിന്റെ ഈ രാജിയിൽ ഒരു വിജയാഹ്ലാദ പ്രകടനം ഉൾപ്പെടെ അഗളിയിൽ ഇന്ന് കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. അവിടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷിബു സിറേക്ക് ഉൾപ്പെടെ പറയുന്നത് LDF ആണ് കഴിഞ്ഞ 10 വർഷമായി അഗളി പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അവിടെ നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ മഞ്ജുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഭരണത്തിലേറാം എന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം LDF നടത്തിയത്. പക്ഷേ അതിപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഏതായാലും വീണ്ടും നടക്കുന്ന ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഈ അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നുള്ളതാണ് ഷിബു സിറേക്ക് ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. രോഷിനി, ഓക്കെ, അട്ടപ്പാടിയിൽ വീണ്ടും LDFന് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഇക്ബാൽ അറക്കൽ നൽകിയത്. മഞ്ജുവിന്റെ രാജിയോടുകൂടി, അതും കോൺഗ്രസിന്റെ മുന്നറിയിപ്പിലാണ് മഞ്ജു രാജിവെച്ചത് എന്നും അറിയാൻ കഴിയുന്നു. അപ്പൊ ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വിവരങ്ങളൊക്കെ ഇക്ബാൽ വരും മുറയ്ക്ക് നൽകും. നമ്മൾ